യൂട്യൂബേഴ്സായിട്ടുള്ള ജെ.ബി. ജോസഫും അതുപോലെ തന്നെ അതുൽ വ്ളോഗ്സും തമ്മിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ NRDയുടെ ആ ഒരു വിഷയത്തിലായിരുന്നു. കുറേയധികം പേര് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഈ ഒരു അതുൽ വ്ളോഗ് എന്ന് പറയുന്ന CCTV ഫുട്ടേജിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് 4-5 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം പേരുണ്ടെങ്കിൽ ഇതിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫൊക്കെ എടുത്തു വെച്ചിട്ട് സംസാരിക്കുന്നതെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് വീഡിയോസൊക്കെ ഇവർക്കെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഈ ഒരു ജെ.ബി. ജോസഫ് എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തി ഇതേ കണക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അതുൽ വ്ളോഗ് വേറെ കുറേയധികം റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എന്തിനാണ് ഇവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കയറി സംസാരിക്കാൻ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അവരെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കുറേയധികം പേര് ഈ ഒരു പറഞ്ഞവർക്കെല്ലാം റിയാക്ട് ചെയ്തവരെല്ലാം ഇത് കാണുകയും ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പം അതിലുണ്ടെങ്കിൽ ഒരു മറുപടിയായിട്ട് വന്നേക്കുവാണ്. അതിലുണ്ടെങ്കിൽ ഈ ഒരു ജെ.ബി. ചെയ്ത പല വീഡിയോസും എടുത്തു വെച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതേ കണക്ക് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. നടൻ വിജയായിട്ടുള്ള വിജയും വൈഫ് സംഗീതയുടെ ആ ഒരു വിഷയമൊക്കെ നിങ്ങൾ തമ്മിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് ചെറുതായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അതിലൊന്നും തെറ്റില്ല, ഞങ്ങൾ സംസാരിക്കുന്നതിലാണോ തെറ്റ് എന്നുള്ള രീതി ചോദിച്ചിട്ട് ഈ ഒരു ജെ.ബിക്കെതിരെ ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് ജെ.ബി. ഒരു കമൻറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കവും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കമൻറ്റിനകത്ത്. അതുപോലെ തന്നെ ഷഫീന ബീബി എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ ചെയ്യുന്ന ആ ഒരു വ്യക്തിയും ഈ ഒരു ജെ.ബിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നതും സെയിം തന്നെ അല്ലേ, നിങ്ങളും ഇതുവഴി കണ്ടൻറ്റ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, പിന്നെ നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ പേര് മാത്രം പറഞ്ഞതെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബിലൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്.